ഹലോ, നമസ്കാരം. എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ, ഞാനും നിങ്ങളും നമ്മുടെ കഥകളും. നമ്മളിപ്പോൾ കേൾക്കുന്നത് കാണാത്ത തീരങ്ങൾ എന്ന നോവലാണ്. അതിൻ്റെ 3-ാമത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അവൾ നന്ദന. അമ്മ, ഞാനിത് വളരെ ഗൗരവമായിട്ട് പറയാനിരുന്നത് സംഗതിയാണ്. അവൾക്കൊരു വിവരമില്ലല്ലോ, ഒന്നും നശിപ്പിച്ചില്ല. നീ പറ, എന്ത് പറയാനാ? അമ്മ എല്ലാം അറിഞ്ഞില്ലേ? അവൾ വേണമെങ്കിൽ ഫോട്ടോയും വീഡിയോയും കൂടി കാണിച്ചു തന്നിട്ടുണ്ടാവും. ആ, കാണിച്ചു. അവളുടെ മൊബൈലുണ്ട്. കാണാനൊക്കെ നല്ല പെൺകുട്ടിയാ. അമ്മ നേരിട്ട് കണ്ടത് ഓർക്കുന്നില്ലേ? ഉണ്ടെന്നേ, ഞാൻ അപ്പോഴേ ശ്രദ്ധിച്ചായിരുന്നു. ആ കുട്ടിയുടെ മുഖത്തെ തെളിച്ചവും ഭംഗിയും ഐശ്വര്യമൊക്കെ ഞാനപ്പോൾ ഓർക്കുകയും ചെയ്തു. ഷോ, ഇവളെ എൻ്റെ സന്തുവിന് വേണ്ടി ആലോചിച്ചാലോ ഒന്ന്. ചുമ്മാ അല്ലടാ, സത്യം. നീയും അവളെ നോട്ട് ചെയ്തെന്ന് നന്ദന പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. എല്ലാ ലക്ഷണവും നോക്കിയിട്ട് അത് തരക്കേടില്ല എന്ന് എനിക്കും തോന്നി. ഓ, നിനക്കൊരാളെങ്കിലും മനസ്സിൽ പിടിച്ചല്ലോ, അതാ അത്ഭുതം. എന്നാ അമ്മയൊരു കാര്യം ചെയ്യ്, ഇന്ന് തന്നെ അച്ഛനോട് പറ. അങ്കിളും ആൻറ്റിയും കൂടി അവളുടെ വീട്ടിൽ പോയി സംസാരിക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അച്ഛന് സമ്മതമായിരിക്കും, ഞാൻ പറഞ്ഞേക്കാം. അങ്കിളിനെ വിളിച്ച് അമ്മ തന്നെ പറഞ്ഞേക്കണം നാളെ തന്നെ അവരോട് സംസാരിക്കാൻ. അവർക്ക് താല്പര്യമില്ലെങ്കിൽ നിനക്ക് മനപ്രയാസമാകൂടാ. ഏയ്, അങ്ങനെയൊന്നുമില്ലമ്മേ. സന്ദീപ് അത് ചിരിച്ചു തള്ളി. രാത്രി രാശ്രീ ഭർത്താവുമായി സന്ദീപിൻ്റെ വിഷയം സംസാരിച്ചു. അവൻ ആ പെണ്ണിനെ ഇഷ്ടപ്പെട്ടെങ്കിൽ ആലോചിക്കാമെന്ന് ജയദേവൻ നമ്പ്യാർ മറുപടിയും പറഞ്ഞു. വൈകുന്നേരം സന്ദർശനത്തിനെത്തുമെന്ന് മുൻകൂട്ടി അറിയിച്ചിട്ടാണ് സുധാകരൻ നായരും വൈഷ്ണവിയും കൂടി രാജകുമാരൻ്റെ വീട്ടിലേക്ക് പോയത്. മുൻകൂട്ടി അനുവാദം വാങ്ങിയ ശേഷമുള്ള ആ സന്ദർശനത്തിൻ്റെ ഉദ്ദേശം എന്തായിരിക്കും എന്ന ചിന്ത രാജഗോപാലിനെയും ഭാര്യയെയും ജിജ്ഞാസുക്കളാക്കി. സാധാരണ അയൽവക്ക സന്ദർശനമല്ല എന്ന് വ്യക്തമായി. കാരണം ഗൃഹപ്രവേശനം ക്ഷണിക്കാൻ വന്നപ്പോൾ പ്രഥമ സന്ദർശനവും പരിചയപ്പെടലും കഴിഞ്ഞതായിരുന്നു. സുധാകരൻ നായരെയും വൈഷ്ണവിയെയും രാജഗോപാലും ഭാര്യയും കൂടി സ്വീകരിച്ചിരുത്തി. ശ്രീലക്ഷ്മി അവർക്ക് ചായ നൽകി സൽക്കരിച്ചു. അല്ലിമയും വിശാഖും വിന്താരയും അവരെ കണ്ട് പുഞ്ചിരി കൈമാറിയ ശേഷം രംഗം വിട്ടുപോയി. ഞങ്ങൾ വന്ന കാര്യം പറഞ്ഞോട്ടെ, വേറൊന്നും വിചാരിക്കരുത്, സുധാകരൻ നായർ തുടങ്ങി വെച്ചു. ഞങ്ങളെന്ത് വിചാരിക്കാനാ, പറഞ്ഞോളൂ. രാജഗോപാൽ ആശ്ചര്യത്തോടെ രണ്ടുപേരെയും മാറി മാറി നോക്കി. അപ്പോയിൻമെൻറ്റ്സൊക്കെ എടുത്തിട്ട് വരണമെങ്കിൽ എന്തെങ്കിലും കാര്യം കാണുമല്ലോ. സത്യം പറഞ്ഞാൽ ഞങ്ങളൊരു കല്യാണാലോചനയായിട്ടാണ് വന്നത്, സുധാകരൻ നായർ അല്പം മടിയോടെ പറഞ്ഞു. ആർക്ക്? ആരുടെ കല്യാണാലോചന? രാജഗോപാലും ശ്രീലക്ഷ്മിയും അമ്പരപ്പിൽ പരസ്പരം നോക്കി. എൻ്റെ പെങ്ങളുടെ മകൻ ഹൗസ് വാമിങ്ങിൻ്റെ അന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എൻ്റെ മോൻ കിച്ചുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അയാളും കൂടെ ഒപ്പം നിന്ന് സഹായിച്ചിട്ടാണ് വീടും ഫർണിച്ചറും എല്ലാം ഒന്ന് ചിട്ടപ്പെടുത്തിയത്. ഉവ്, ഞാൻ ഓർക്കുന്നുണ്ട്. കഴിഞ്ഞൊരു ദിവസം മോർണിംഗ് വാക്കിനുണ്ട്. ആ, ശരിയാ. ഒരു ദിവസം കിച്ചുവിൻ്റെ കൂടെ നടക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഹരിപ്പാട്ടാണ് വീട്. ജോലി പത്രപ്രവർത്തനം. ആർട്ടിസ്റ്റ് കൂടിയാണ്. ഇപ്പോൾ സീനിയർ സബ് എഡിറ്റർ ഗ്രേഡും. ഓ, വെരി ഗുഡ്. അയാളുടെ കല്യാണമായോ? ആ ചോദ്യത്തിന് മുന്നിൽ സുധാകരൻ നായർ ഒന്ന് പതറി. അയാളുടെ ഭാര്യയെ നോക്കി. പിന്നെ വൈഷ്ണവിയാണ് സംസാരിച്ചത്. കല്യാണം ആലോചിച്ചുകൊണ്ടിരിക്കുക. പലയിടത്തുനിന്നും ആലോചനകൾ വരുന്നുണ്ട്. പക്ഷെ ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളുണ്ടല്ലോ, അതിനകത്ത് കിട്ടണ്ടേ? അത് ശരിയാ. അറേഞ്ച്ഡ് മാരേജ് ഇപ്പോൾ കുറഞ്ഞു വരിക, രാജകുമാർ പറഞ്ഞു. ഞങ്ങൾ പറയുന്നത് തെറ്റായി പോയെങ്കിൽ വിട്ടുകളഞ്ഞേക്കണം. ചോദിക്കാനുള്ള മടി കൊണ്ട് കിട്ടാതെ പോയി എന്ന് വരരുതല്ലോ. സുധാകരൻ നായർ ഒന്ന് നിർത്തി. രാജഗോപാലിൻ്റെ മുഖത്ത് ഗൗരവം കലർന്നു. സംഗതി വേറൊന്നല്ല, സന്ദീപിന് ഇവിടുത്തെ കുട്ടിയെ കണ്ടപ്പോൾ താല്പര്യമായി. അല്ലിമ എന്നോ മറ്റോ അല്ലേ അവളുടെ പേര്? സുധാകരൻ നായർ ചോദിച്ചു. തുടർന്നുണ്ടായിരുന്ന മൗനത്തിൻ്റെ പരസ്പരമുള്ള നോട്ടങ്ങളുടെയും ആഴം അളക്കാനാവാത്തതായിരുന്നു. അധ്യായം 3. പ്രതീക്ഷയ്ക്കൊത്തുള്ള മറുപടി അല്ല കിട്ടാൻ പോകുന്നതെന്ന് വൈഷ്ണവിക്ക് പെട്ടെന്ന് മനസ്സിലായി. രാജഗോപാലും ഭാര്യയും അവരുടെ മകളുടെ വിവാഹകാര്യം ആലോചിച്ചിട്ട് പോലുമില്ലെന്ന് അവരുടെ ആശ്ചര്യത്തിൽ നിന്നും വ്യക്തമായിരുന്നു. ഞങ്ങൾ പ്രപ്പോസ് ചെയ്തെന്നേ ഉള്ളൂ, ഉടനെ നടത്താൻ വേണ്ടിയൊന്നല്ല, ഒന്ന് അറിഞ്ഞിരിക്കാമെന്ന് കരുതി. സുധാകരൻ വിഷയം ഒന്ന് ലഘൂകരിക്കാൻ ശ്രമിച്ചു. അവളുടെ വിവാഹക്കാര്യം ഞങ്ങൾ അവൾക്ക് തന്നെ വിട്ടുകൊടുത്തിരിക്കുകയാണ്. അവൾക്കിഷ്ടമുള്ളപ്പോൾ ഇഷ്ടപ്പെട്ട ആളിനെ കല്യാണം കഴിച്ചോട്ടെ, രാജഗോപാൽ പറഞ്ഞു. ഇതാണ് ഞങ്ങളുടെ നയം.
ഒരുപക്ഷെ സന്ദീപിനെ നിങ്ങളുടെ മോൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിലോ? അവൾ വളരെ അംബീഷ്യസ് ആണ്. അവളുടെ പഠനമൊന്നും ആയിട്ടില്ലെന്ന് അവൾ പറയുന്നത്. ഇപ്പോൾ PG ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് കഴിയുമ്പോൾ എൻട്രൻസ് കോച്ചിങ്ങിന് പോകണമെന്ന് പറയുന്നു. IPS ആണ് അവളുടെ ടാർഗറ്റ്. ഇതിനിടയ്ക്ക് പെട്ടെന്നൊരു കല്യാണാലോചനയ്ക്ക് അവൾ സമ്മതിക്കുമെന്ന് തോന്നില്ല. ഞങ്ങൾ സംസാരിച്ച് നോക്കാം. ഇപ്പോൾ വേണമെന്നില്ല. പിന്നെ എപ്പോഴെങ്കിലും അലമയ്ക്ക് തിരക്കില്ലാത്തൊരു സമയം നോക്കി പറഞ്ഞാൽ മതി. അങ്ങനെ ചെയ്യാം. അവന് കണ്ടപ്പോൾ ഒരു ഇഷ്ടം തോന്നി, അതുകൊണ്ട് മാത്രം കേട്ടോ. വന്ന് ചോദിക്കാൻ ഞങ്ങൾക്കൊരു ചമ്മലുണ്ടായിരുന്നു. പിന്നെ അവന് വേണ്ടിയല്ലോ എന്ന് ആർത്തപ്പോൾ ഒരു കുഴപ്പം തോന്നിയില്ല. ഏയ്, അല്ലെങ്കിൽ അതിലെന്താ കുഴപ്പം? അങ്ങനെയല്ലേ പല കല്യാണങ്ങളും നടക്കുന്നത്. രാജഗോപാൽ അനുഭാവത്തോടെ പറഞ്ഞു. കുട്ടിയോട് സംസാരിച്ചിട്ട് പിന്നീട് അറിയിച്ചാൽ മതി. നമ്മളെന്നും കാണുന്നവരല്ലേ. ഞങ്ങൾ ഇറങ്ങട്ടെ. സുധാകരൻ നായർ എഴുന്നേറ്റു. ശരി, എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ. രാജഗോപാലും ശ്രീലക്ഷ്മിയും അവരെ ഗേറ്റ് വരെ അനുഗമിച്ചു. തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ വൈഷ്ണവി ഭർത്താവിനോട് പറഞ്ഞു, നമ്മൾ ചോദിക്കണ്ടായിരുന്നു. ഇത് നടക്കുന്ന ലക്ഷണമൊന്നുമില്ല. പെൺകുട്ടിയോട് സംസാരിക്കട്ടെ എന്നല്ലേ പറഞ്ഞത്? അവരായിട്ട് താല്പര്യക്കുറവൊന്നും കാണിച്ചില്ലല്ലോ. നമ്മൾ പറഞ്ഞപ്പോൾ അവരുടെ മുഖം ശ്രദ്ധിച്ചായിരുന്നോ? അവരമ്പരന്ന് പോയി. സത്യം അവർ പറഞ്ഞത്. ആ കുട്ടിയുടെ കല്യാണത്തെപ്പറ്റി അവരാലോചിച്ചിട്ട് പോലുമില്ല. ഇനി ആലോചിക്കാമല്ലോ. എന്തോ നമ്മളിത്തിരി ചെറുതായ പോലെ തോന്നും. അത്ര ദുരഭിമാനമൊന്നും വേണ്ട. ഗോപികയും കിഷോറും അവരെ സമീപിച്ചു. മറുപക്ഷ പ്രതികരണം എന്തായിരുന്നെന്ന് ആകാംക്ഷയോടെ തിരക്കി. അത് നടക്കില്ല മക്കളെ, വൈഷ്ണവി നിസ്സംശയം പറഞ്ഞു. ഒന്നാമത് ആ കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി എൻട്രൻസ് കോച്ചിങ്ങിന് പോകണം, സിവിൽ സർവീസ് എൻട്രൻസ് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ നോക്കണ്ട, ഗോപിക പ്രതികരിച്ചു. എന്താ ഇപ്പോൾ പഠിക്കണത്? കിഷോർ തിരക്കി. സുധാകരൻ നായർ അതിന് മറുപടി കൊടുത്തില്ല. PG കഴിഞ്ഞിട്ട് കല്യാണം നടത്താമല്ലോ. ഇത് ഫൈനൽ ഇയർ അല്ലേ. കല്യാണം കഴിഞ്ഞ് എൻട്രൻസ് കോച്ചിങ്ങിനും പോകാം. പ്രിലിമിനറി എഴുതി കിട്ടിയാലല്ലേ സിവിൽ സർവീസിന് ചേരാൻ പറ്റുള്ളൂ. അതൊക്കെ വിദൂര സാധ്യതകളാണ്. ഇനി കിട്ടിയെന്നിരിക്കട്ടെ, അപ്പോൾ ട്രെയിനിങ്ങിന് പോകണം. അതൊക്കെ കല്യാണം കഴിഞ്ഞാലും അഡ്ജസ്റ്റ് ചെയ്ത് നടത്താവുന്ന കാര്യങ്ങളാണ്, കിഷോർ പറഞ്ഞു. അത് നമ്മൾ ചിന്തിക്കുമ്പോഴല്ലേ. നമ്മൾ വിചാരിക്കുന്ന പോലെ അവർ ചിന്തിക്കണമെന്നില്ല. വൈഷ്ണവി ഏറെക്കുറെ ഇത് ഉപേക്ഷിച്ച മട്ടാണ്. അവളൊരു പെണ്ണല്ലേ. ഇത്രയൊക്കെ ഇനിയും പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു പെണ്ണും കല്യാണത്തിന് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആൺകുട്ടികളാണെങ്കിൽ അത്ര തന്നെ പ്രശ്നമില്ല. എന്തായാലും നോക്കാം. അവരെന്തെങ്കിലും മറുപടി പറയുമല്ലോ. സുധാകരൻ നായർ തൽക്കാലം ആ വിഷയം അവസാനിപ്പിച്ചു. മറുപക്ഷത്ത് രാജഗോപാലും ഭാര്യയും അല്ലിമയോട് ഈ വിഷയം സംസാരിക്കണോ വേണ്ടയോ എന്ന് രണ്ടുവട്ടം ആലോചിച്ചു. അവൾ സമ്മതിക്കില്ല. പിന്നെന്തിനാ വെറുതെ അവൾക്കൊരു വിഷമം ഉണ്ടാക്കുന്നത്? ശ്രീലക്ഷ്മി ഭർത്താവിനോട് പറഞ്ഞു. അവൾക്കെന്താ വിഷമം? രാജഗോപാൽ ചോദിച്ചു. വെറുതെ ഇരുന്ന് അവൾ ഒരാളെ വേണ്ടെന്ന് പറയണ്ടേ? ആളെ വേണ്ടെന്നല്ലല്ലോ പറയുന്നത്. അവൾക്കിപ്പോൾ കല്യാണം വേണ്ടെന്നല്ലേ. അവളോട് ചോദിച്ചില്ലെങ്കിൽ എന്താ കുഴപ്പം? ആ സുധാകരൻ നായരോട് ഒരു മറുപടി പറയണ്ടേ? അവൾക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞേക്കണം. നമ്മളെന്തിനാ വെറുതെ കള്ളം പറയുന്നത്? നാളെ അല്ലി അതറിഞ്ഞാലോ അവളുടെ പേരിൽ കള്ളം പറഞ്ഞെന്ന്? ഓ, രാജേട്ടൻ തന്നെ ചോദിക്കുകയോ പറയുകയോ എന്താ വെച്ചാൽ ചെയ്തോ. നമ്മളെവിടെ വെറുതെ ഇരുന്നതാ. അപ്പോഴാ ഒരു തലവേദന. ശ്രീലക്ഷ്മി ആരോടൊന്നില്ലാതെ പരാതിപ്പെട്ടു. അല്ലമ്മയോട് രാജഗോപാലിന് പ്രത്യേകം പറയേണ്ടി വന്നില്ല. ചായക്കിരുന്നപ്പോൾ അവൾ രാജഗോപാലിനോട് തിരക്കി. ഗസ്റ്റ് വന്നത് എന്തിനായിരുന്നുവോ? LIC, മണി ചെയിൻ, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, എന്തായിരുന്നു ഐറ്റം? രാജഗോപാൽ പുഞ്ചിരിച്ചു. അതൊന്നിനുമല്ല. എന്തോ ഒരു ബിസിനസ് കാര്യം സംസാരിക്കാൻ വന്നതാ. അതുറപ്പാ. അല്ലെങ്കിൽ വരേണ്ട കാര്യമില്ലല്ലോ. പിന്നെന്തിനാണച്ചാ? ബിസിനസ്സും അല്ല. രാജഗോപാൽ പിടികൊടുത്തില്ല. ഞെട്ടരുത് നീ. ഷുവർ, പറഞ്ഞോ. ഞെട്ടുമെന്നോ? ഇല്ലെന്നോ? നിനക്കൊരു കല്യാണാലോചന? എനിക്കോ? മൈ ഗോഡ്. ഞെട്ടി. ഞാൻ ശരിക്കും ഞെട്ടി. രാജഗോപാൽ ചിരിച്ചു. ഇല്ലച്ചാ, ഇത് അത്ഭുതം. ഓക്കെ, സമ്മതിച്ചു. ആർക്കു വേണ്ടി അച്ഛാ? അവരുടെ ഹൗസ് വാമിങ്ങിൻ്റെ അന്ന് അവിടെ ഒരു ചെറുപ്പക്കാരനെ കണ്ടില്ലേ? ഒരു ദിവസം മോർണിംഗ് വാക്കിന് വന്നിട്ടുണ്ടായിരുന്നു. പേര് സന്ദീപ്. സുധാകരൻ നായരുടെ സഹോദരിയുടെ മകനാണത്രേ. എനിക്ക് മനസ്സിലായി. ഒരു ദിവസം വൈകുന്നേരം ഞാൻ ചെടിക്ക് വെള്ളമൊഴിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു ഗുഡ് ഈവനിങ് തന്നു. പിന്നെ ഒരു മോർണിംഗ് വാക്കിന് വന്നപ്പം ഗുഡ് മോർണിംഗ് പറഞ്ഞു. നിന്നെ കണ്ടപ്പോൾ അയാൾക്കൊരു ഇഷ്ടം തോന്നിക്കാണും. എന്നാലും 1 or 2 തവണ കണ്ടപ്പോഴേ കല്യാണം ആലോചിക്കാമെന്ന് വെച്ചാൽ അതിത്തിരി അഹങ്കാരമല്ലേ? അല്ലിമ ചോദിച്ചു. പോ ചേച്ചി. വിന്ദാര ശ്വാസിച്ചു.
അയാൾ ഡീസൻ്റ് ആയതുകൊണ്ടല്ലേ അങ്ങനെ? വേറെ ശല്യത്തിനൊന്നും വന്നില്ലല്ലോ. കണ്ടു, ഇഷ്ടപ്പെട്ടു, ഉടൻ തന്നെ വീട്ടുകാരെ അറിയിച്ചു, കല്യാണം ആലോചിച്ചു. അങ്ങനെയല്ലേ വേണ്ടത്? അതൊക്കെ ശരിയാ. എന്നാലും എനിക്കെന്തോ ഒരു പന്തിയെടു തോന്നുന്നു. നിനക്ക് താല്പര്യമില്ലെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞേക്കാം, രാജകുമാരി പറഞ്ഞു. അതല്ല അച്ഛാ, ഒരു പെണ്ണിനെ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ ഉടനെ ആരെങ്കിലും ചാടിക്കയറി കല്യാണം പറഞ്ഞു വരുമോ? അയാൾക്ക് കുറേ കല്യാണ ആലോചനകൾ വന്നുകൊണ്ടിരിക്കുകയാണത്രേ. അതിനിടയിലാണ് നിന്നെ കണ്ടത്. അപ്പോൾ ഇതും ഒന്ന് ആലോചിച്ച് നോക്കാമെന്ന് കരുതി. അതിലെന്താ തെറ്റ്? ഓ, അങ്ങനെ നോക്കുമ്പോൾ ശരിയാ. അല്ലിമ തർക്കത്തിന് നിൽക്കാതെ കീഴടങ്ങി. എന്നുവെച്ചാൽ കല്യാണത്തിന് നിനക്ക് സമ്മതമാണെന്നാണോ? ശ്രീലക്ഷ്മി ചോദിച്ചു. എന്താ അമ്മ പറയണേ? അതാണോ ഞാൻ പറഞ്ഞത്? നിന്നോട് ചോദിച്ചിട്ട് മറുപടി പറയാമെന്ന് ഏറ്റിട്ടുണ്ട് അച്ഛൻ. എന്തിനാ എന്നോട് ചോദിക്കുന്നേ? അപ്പോൾ തന്നെ മറുപടി പറഞ്ഞുകൂടായിരുന്നു അച്ഛന്? എന്ത് മറുപടി? എൻ്റെ മോള് പഠിക്കാണ്, കല്യാണത്തിൻ്റെ വിഷയം അവളുടെ തലയ്ക്കകത്ത് ഇന്നുവരെ കയറിയിട്ടില്ലെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതാ, ശ്രീലക്ഷ്മി പരിഹസിച്ചു. അപ്പോൾ അച്ഛന് നിർബന്ധം മോളോട് ചോദിക്കാതെ മോളുടെ ഇഷ്ടം എന്താണെന്ന് നമ്മൾ പറയണത് ശരിയല്ലെന്ന്. അത് അച്ഛൻ പറഞ്ഞത് കറക്റ്റ്. വിന്ദാര അച്ഛനെ പിന്താങ്ങി. നീ പെട്ടെന്നൊരു മറുപടി പറയണമെന്നില്ല, നിനക്ക് ആവശ്യമുള്ള അത്രയും സമയമെടുത്തോ, രാജഗോപാൽ അല്ലിമയ്ക്ക് ഒരു ഇളവ് അനുവദിക്കും പോലെ പറഞ്ഞു. അതെന്താ അച്ഛാ, ഞാൻ ഉടനെ തന്നെ ഈ വീട്ടിൽ നിന്ന് പോകണോ? അച്ഛനമ്മമാരുടെ ഭാരം തീർക്കേണ്ട സമയമായോ? അല്ലിമ പരിഭവിച്ചു. എടി മോളെ, അതല്ല പറഞ്ഞത്. നീ 2 ദിവസം കഴിഞ്ഞോ 2 ആഴ്ച കഴിഞ്ഞോ മറുപടി പറഞ്ഞാലും കുഴപ്പമില്ലെന്നാ. നമുക്കാർക്കും ഈ കാര്യത്തിൽ ഒരു ധൃതിയില്ലല്ലോ. മറുപടി പറയാനും തിടുക്കപ്പെടണ്ട. അതിലൊരു സംഗതി ഒളിഞ്ഞു കിടപ്പുണ്ടല്ലോ അച്ഛാ. നല്ലപോലെ ആലോചിച്ചിട്ട് നിനക്കിത് നല്ലതാണെന്ന് തോന്നിയ മോളെ നടത്തിത്തരുന്ന കാര്യം ഞങ്ങളേറ്റു. ചേച്ചി എന്തിനാ എഴുതാപ്പുറം വായിക്കുന്നത്? വിന്ദാര ചൊടിച്ചു. വേണ്ടെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞാൽ പോരെ? ശരി, വേണ്ട. പ്രശ്നം തീർന്നല്ലോ. വിഷയം അവസാനിച്ചു. രാജഗോപാൽ ചായ കുടിച്ചെഴുന്നേറ്റു. അത്രയേ ഉള്ളൂ കാര്യം. ശ്രീലക്ഷ്മി മകളുടെ പക്ഷം പിടിച്ചു. പക്ഷേ അല്ലിച്ചേച്ചിക്ക് വേണമെങ്കിൽ ഒന്ന് ആലോചിക്കായിരുന്നു, വിന്ദാര പറഞ്ഞു. എന്തിന്? അല്ലിമ നെറ്റി ചുളിച്ചു. ചേച്ചി ഇങ്ങോട്ട് വന്ന പ്രപ്പോസലല്ലേ? നമ്മൾ ആഗ്രഹിച്ചെന്നല്ലല്ലോ. ഒന്ന് ആലോചിക്കേണ്ട അതൊന്ന് തട്ടിക്കളഞ്ഞാൽ പിന്നീട് അതുപോലെ ഒന്നും ഒത്തുവന്നില്ലെങ്കിലോ? പോടി അവിടുന്ന്. അയാൾ ആ വീട്ടിൽ വെച്ചിട്ടുള്ളത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഹാൻസം കൈ. നമ്മുടെ പൃഥ്വിരാജിൻ്റെയൊക്കെ വകയിലൊരു അനിയനായിട്ട് വരും. പൃഥ്വിരാജിൻ്റെ റിലേറ്റീവിലോ? ശ്രീലക്ഷ്മി കണ്ണുമിഴിച്ചു. കാഴ്ചയ്ക്ക് അത്രയേ ഉള്ളൂ. എന്നാ നീ കെട്ടിക്കോ, അല്ലീം പറഞ്ഞു. ഞാനാണെങ്കിൽ ഇത്ര പെട്ടെന്ന് നോ പറയില്ല. എല്ലാം ഒന്ന് അന്വേഷിച്ചിട്ട് മോസ്റ്റ് ഡിസൈറബിൾ ആണെന്ന് കണ്ട ഒരു ഗ്രീൻ സിഗ്നൽ കൊടുത്തേനെ. ചാൻസ് നിനക്ക് വിട്ടു തന്നിരിക്കുന്നു. ഞാൻ നിൽക്കുന്നത് നോക്കണ്ട, വഴിയൊഴിഞ്ഞ് തന്നേക്കാം. ഓ വേണ്ട, ഒരുപാട് ഔദാര്യമൊന്നും കാണിക്കല്ലേ. വലിയ ആളാണെന്നാണ് വിചാരം. നീയല്ലേടി അവിടെ മേക്കിട്ട് കയറാൻ ചെന്നത്? ശ്രീലക്ഷ്മി വിന്ദാരയെ ശ്വാസിച്ചു. അമ്മ എപ്പോഴും ചേച്ചിയുടെ സൈഡിൽ തന്നെ നിന്നോളാം കേട്ടോ. എന്നെയും വിശാഖേട്ടനെയും റോഡിൽ നിന്ന് പെറുക്കിയെടുത്തതല്ലേ? വിന്ദാര പരിഭവിച്ചു. എന്നും അവൾക്കുള്ള പരാതിയാണത്. അച്ഛനും അമ്മയ്ക്കും അല്ലിമയോടാണ് സ്നേഹം കൂടുതൽ. ആ പരാതിയുടെ കൂടെ ഒരു മുള്ളുകൂടെ വെച്ചിട്ടുണ്ട്. ഞങ്ങളെ 2 പേരെയും കാണാൻ ചേച്ചിയുടെ അത്ര ഭംഗി വരാം. അതാണ് കാരണം. സംഗതി കുറേയൊക്കെ ശരിയാണ്. അല്ലിമയുടെ അത്ര നിറമോ ഭംഗിയോ മറ്റു 2 പേർക്കും ഇല്ല. കല്യാണാലോചന വേണ്ടെന്ന് പറഞ്ഞെങ്കിലും അല്ലിമ തനിച്ചിരുന്നപ്പോൾ സന്ദീപിനെ പറ്റി ഓർത്തു. അയാളുടെ രൂപവും നോട്ടവും നടപ്പും തന്നെ കണ്ടപ്പോൾ അഭിവാദ്യം ചെയ്തതും എല്ലാം അവൾ ഓർമ്മയിൽ റിവൈൻഡ് ചെയ്ത് കണ്ടു. ഹൗസ് വാമിംഗ് നടന്ന വീട്ടിൽ വെച്ച് കണ്ടതിന് ശേഷം ഉണ്ടായ കണ്ടുമുട്ടലുകൾ യാദൃച്ഛികമായി സംഭവിച്ചതല്ല എന്ന് ഇപ്പോൾ അവൾക്ക് മനസ്സിലായി. തന്നെ കാണാനോ സംസാരിക്കാനോ വേണ്ടി അയാൾ സൃഷ്ടിച്ചെടുത്ത അവസരങ്ങളായിരുന്നു അത്. വൈകുന്നേരം ഗേറ്റിന് മുമ്പിൽ വന്ന് പറഞ്ഞ ഗുഡ് ഈവനിങ്ങും നടപ്പാതയിൽ വെച്ച് മോർണിംഗ് വാക്കിനിടയിൽ തന്ന ഗുഡ് മോർണിംഗും. അയാളുടെ മനസ്സിലെപ്പോഴും കല്യാണാലോചന ഉണ്ടായിരുന്നിരിക്കണം. ആരെങ്കിലും തന്നെ ഇഷ്ടപ്പെടുന്നത് സന്തോഷമുള്ള കാര്യമാണെന്ന് അവൾ ഓർത്തു. ഇതിൻ്റെ പേരിൽ ശല്യങ്ങളൊന്നും ഉണ്ടാകാതിരുന്നാൽ മതി. സുധാകരൻ നായരുമായി ഫോണിൽ സംസാരിച്ചുകൊണ്ട് ഡൈനിങ് റൂമിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു രാജശ്രീയുടെ മൂത്ത മകൾ വിന്ദുജ. അലസമട്ടിൽ മാറത്ത് കൈകെട്ടി വാതിലിൻ്റെ കട്ടിലിൽ ചാരി നിൽപ്പുണ്ട്. ഫോൺ സംഭാഷണം അവസാനിച്ചു കഴിഞ്ഞപ്പോൾ വിന്ദുജ അമ്മയോട് തിരക്കി. അത് നടക്കില്ലല്ലേ? നടക്കില്ലെന്ന് ആര് പറഞ്ഞു? സുധനും വൈഷ്ണവിയും കൂടി പെൺകുട്ടിയുടെ വീട്ടിൽ പോയി സംസാരിച്ചിട്ടുണ്ട്. അവർ എസ് പറഞ്ഞില്ലല്ലോ, നോയും പറഞ്ഞില്ല. അമ്മ ആൻറ്റിയുമായി സംസാരിക്കുന്നത് കേട്ടിട്ട് എനിക്ക് തോന്നിയത് വലിയ പ്രതീക്ഷയൊന്നും വേണ്ടെന്നാ.
ആർക്കാ വലിയ പ്രതീക്ഷ? ചേടാ, അവനിവിടെ ഒരു പെണ്ണ് കണ്ടിട്ട് കൗതുകം തോന്നി കല്യാണം ആലോചിക്കാൻ പറഞ്ഞിപ്പിച്ചെന്നല്ലേ ഉള്ളൂ. നടക്കില്ലെങ്കിൽ വേണ്ട, അത്ര തന്നെ. കക്ഷത്തിലിരിക്കുന്നത് വില വെക്കാതെ ഉത്തരത്തിലിരിക്കുന്ന എടുക്കാൻ പോയുള്ള അനുഭവം എന്തായിരിക്കും എന്നറിയാലോ. വിന്ദുജ മുന്നറിയിപ്പെന്നാണ് അവൻ പറഞ്ഞു. എന്താണ് ഈ കക്ഷത്തിലിരിക്കുന്ന വിലപിടിപ്പുള്ള സാധനം? കാർത്തികക്കുട്ടിയുടെ കാര്യം ഞാനിവിടെ എത്ര തവണ പറഞ്ഞു എന്നറിയോ? അവൾക്കെന്താ കുറവ്? കോളേജ് ബ്യൂട്ടി ആയിരുന്നു അവൾ, അറിയോ? അക്കാദമിക് ക്വാളിഫിക്കേഷൻ ഇല്ല, പിന്നെ സ്ത്രീധനം. ഇവിടെ എന്താ ചോദിക്കുന്നതെന്ന് വെച്ചാൽ അത്രയും തരും. സന്തു അവളെ കല്യാണം കഴിച്ച് വിനയേട്ടൻ്റെ വീട്ടുകാരുടെ മുമ്പിൽ എൻ്റെ നിലയും വില ഇപ്പോഴുള്ളതിൻ്റെ 10 ഇരട്ടിയാണ്. ആ വിവരം അറിയാം അമ്മയ്ക്ക്? അവരിങ്ങോട്ട് വെച്ച പ്രപ്പോസലല്ലേ അമ്മേ? സന്തുവിന് ഇഷ്ടപ്പെടണ്ടേ കാർത്തികയെ? അവർ തമ്മിൽ മിക്കപ്പോഴും കാണാറുണ്ട്, ഫോണിലൊക്കെ സംസാരിക്കാറുണ്ട്. പക്ഷേ കല്യാണക്കാരൻ സൂചിപ്പിച്ചപ്പോൾ അവനെന്തോ ഒരു സമ്മതക്കുറവ് പോലെയാണ്. രാശ്രീ പറഞ്ഞു. അവളുടെ കുറ്റം എന്താണെന്ന് പറയട്ടെ. വിനയേട്ടൻ്റെ അനിയത്തിയായി പോയി എന്നുള്ളതാണോ? അതോ മറ്റെന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടോ? നിന്നെ ആ വീട്ടിലോട്ട് കല്യാണം കഴിപ്പിച്ച് വീട്ടിലേ അത്രയും മതി. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് കൂട്ടിക്കെട്ടലുകൾ വേണ്ടെന്നാ അവൻ പറയണേ. എന്താ കൂട്ടിക്കെട്ടിയാൽ? മാറ്റക്കല്യാണങ്ങൾ പോലും നടക്കുന്നില്ലേ? ഇതങ്ങനെയൊന്നുമല്ലല്ലോ. ആ, നീ അവനോട് തന്നെ ചെന്ന് ചോദിക്ക്. സ്വന്തം വീട്ടിൽ ഒരു ഹ്രസ്വ സന്ദർശനത്തിന് വന്നതാണ് വിന്ദുജ. ഇനിയിപ്പോൾ ഏതായാലും ഈ പുതിയ കേസിനൊരു തീരുമാനം ഉണ്ടാകട്ടെ, എന്നിട്ട് മതി. ഇതിനിടയിൽ കിഷോറും സന്ദീപും തമ്മിൽ ഫോൺ സംഭാഷണം നടത്തുന്നുണ്ടായിരുന്നു. കിഷോർ നൽകിയ വിവരണങ്ങൾ കേട്ട ശേഷം സന്ദീപ് പറഞ്ഞു, അവർ നോ പറഞ്ഞോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി എനിക്ക്. നോ പറഞ്ഞില്ല, പക്ഷെ അവരൊട്ടും പ്രതീക്ഷിക്കാത്ത സംഭവമാണ്. അതിൻ്റെ ഒരു ഞെട്ടലുണ്ടായി എന്ന് അമ്മ പറയുന്നു. ഒരു മാരേജ് പ്രപ്പോസൽ കേട്ട് ആരെങ്കിലും ഞെട്ടുമോ? അവർ എക്സ്പെക്റ്റ് ചെയ്യാത്തതുകൊണ്ട് ഒരു ആശ്ചര്യം തോന്നിക്കാണും. ലോകത്ത് നടക്കാത്ത കാര്യമൊന്നുമല്ലല്ലോ ഒരു പെണ്ണിനെ കല്യാണം ആലോചിച്ച് ചെല്ലുന്നത്. ആവോ, അവരാ പെണ്ണിൻ്റെ കല്യാണത്തെ കാര്യത്തെപ്പറ്റി ചിന്തിച്ചിട്ട് പോലുമില്ല അത്രേ, കിഷോർ പറഞ്ഞു. എന്തായാലും മല്ലിമയോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞല്ലോ. അവർ ചോദിക്കുമ്പോൾ അവൾക്ക് എന്നെ ഓർമ്മ വരും. അവൾക്ക് എന്നെപ്പറ്റി മതിപ്പ് തോന്നിക്കൂടുന്നില്ലല്ലോ. അമ്മ പറയുന്നത് അവൾ നോ പറയുന്നതും തന്നെയാണ്. കാരണം പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയല്ലേ, സിവിൽ സർവീസിന് കൂടി ട്രൈ ചെയ്യാൻ പോന്നു. അതിനിടയ്ക്ക് ഇത് സമ്മതിക്കോ? എനിക്ക് തോന്നില്ല. സന്ദീപിൻ്റെ പ്രതീക്ഷ മങ്ങി. എന്നാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു 5% പോസിബിലിറ്റി ഉള്ളൂ. വേറെ നോക്കുന്നത് നിർത്തണ്ട, കിഷോർ ഉപദേശിച്ചു. സന്ദീപ് പക്ഷേ സാധ്യതകളെ പെരുപ്പിച്ച് കാണാനാണ് ഇഷ്ടപ്പെട്ടത്. ഒരു മനംമാറ്റം ആർക്കും ഉണ്ടാകാം. തീവ്രമായി ആഗ്രഹിച്ചാൽ ലഭിക്കുമെന്ന വിശ്വാസക്കാരനായിരുന്നു അവൻ. 3 ദിവസത്തിന് ശേഷം വൈഷ്ണവി രാജശ്രീയെ ഫോണിൽ വിളിച്ചു. ചേച്ചി, അത് നടക്കില്ല. ആ പെൺകുട്ടിയുടെ പഠിത്തം തീർന്നിട്ടില്ലെന്ന് ആദ്യമേ പറഞ്ഞിരുന്നല്ലോ. അവളുടെ മനസ്സിലൊരു പ്ലാനുണ്ട്. അതൊന്നും സാധിക്കാതെ വെറുതെ കല്യാണം കഴിച്ച് ജീവിക്കുന്നതിലൊന്നും അവൾക്ക് താല്പര്യമില്ല. വേണ്ടെന്നവരെ പറഞ്ഞോ? താല്പര്യമില്ലെന്ന് അറിയിച്ചല്ലോ. ഇനി എന്താ വേണ്ടത്? നാണക്കേടായിപ്പോയി അല്ലേ? അവിടെ എന്ത് നാണക്കേട്? അവിടെ വീട്ടിൽ പോയി പെണ്ണ് ചോദിച്ച ഞാനും സുധാകേട്ടനല്ലേ നാണം കെട്ടത്. അങ്ങനെയൊന്നും വിചാരിക്കേണ്ടേ. ഒരു കല്യാണം ആലോചിച്ചു, നടന്നില്ല, അത്രയേ ഉള്ളൂ. ചിലപ്പോൾ ആ പെണ്ണ് അഹങ്കാരിയായിരിക്കും അല്ലേ? അറിഞ്ഞൂടാ. ആണെങ്കിലും അല്ലെങ്കിലും നമുക്കെന്താ? അവൾ പഠിച്ച IAS IPS ഒക്കെ എടുത്തിട്ട് ഏതെങ്കിലും കലക്ടർ കല്യാണം കഴിക്കട്ടെ. സന്തോനിത് നിരാശയാകും. അവനെന്താ കൊച്ചുകുട്ടിയാ? ആഗ്രഹിക്കുന്നതൊക്കെ കിട്ടുമെന്ന് വിചാരിക്കാൻ. ഇത് പോയാൽ ഇതിനേക്കാളും നല്ലത് വരുമെന്ന് വിചാരിക്കണം. അല്ല പിന്നെ. രാശ്രീക്ക് പക്ഷെ നേരിയ വല്ലായ്മ തോന്നാതിരുന്നില്ല. തൻ്റെ മകൻ ഒരു പെൺകുട്ടിയെ കണ്ട് ഇഷ്ടപ്പെട്ടു. മാന്യമായി കല്യാണം ആലോചിച്ചിട്ട് അത് നടക്കാതെ പോകുന്നല്ലോ. തീർച്ചയായും ഒരു ഇച്ഛാഭംഗം സന്ദീപിനുണ്ടാകുമെന്ന് രാശ്രീ ഊഹിച്ചു. അതിനാൽ കരുതലോടെയാണ് അവർ ഇക്കാര്യം മകനെ അറിയിച്ചത്. നീ പറഞ്ഞ പെൺകുട്ടിക്ക് ഉടനെയൊന്നും കല്യാണം കഴിക്കാൻ ഉദ്ദേശമില്ലെന്ന് വൈഷ്ണവി പറഞ്ഞത്. നീ അത് വിട്ടേക്ക്. നമുക്ക് വേറെ നല്ല പെൺകുട്ടി വരും. ഇത് പറയാൻ അമ്മ എന്തിനാ പരുങ്ങുന്നത്? ആ കുട്ടിക്ക് സമ്മതമല്ലെന്ന് നേരിട്ട് പറഞ്ഞപ്പോഴും നമ്മളെ വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ. അവൾക്ക് അവളുടേതായിട്ടുള്ളൊരു സ്വാതന്ത്ര്യമുണ്ട്, സ്വന്തമായ ഇഷ്ടങ്ങളുണ്ട്. നമ്മളത് അംഗീകരിക്കണ്ടേ? നിനക്ക് മനപ്രയാസമൊന്നുമില്ലടോ. അതിപ്പോൾ പെട്ടെന്ന് മറന്നു കളയാവുന്നതല്ലേ ഉള്ളൂ. നമ്മുടെ വിന്ദുജയുടെ രാശ്രീ അർദ്ധോക്തിയിൽ നിർത്തി. കാർത്തികയുടെ കാര്യമല്ലേ? അത് വേണ്ട അമ്മേ. അമ്മ ഒരു കാര്യം ഓർക്കണം. വേണ്ടാന്ന് ഒരിക്കൽ തോന്നിയ സംഗതിയുമായിട്ട് പിന്നീട് എത്ര ശ്രമിച്ചാലും ഇണങ്ങാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ശരി, നിൻ്റെ ഇഷ്ടം. അച്ഛൻ്റെ പരിഗണനയിലുണ്ടായിരുന്ന പ്രപ്പോസൽ നോക്കിയാലോ? അടൂരുള്ളത്. ഉടനെ ഒന്നും വേണ്ട. അങ്ങനെ നീണ്ടു പോയാൽ പറ്റില്ലല്ലോ.
2 വർഷമായി ഇത് തുടങ്ങിയിട്ട്. എന്നാൽ അമ്മയോട് ഞാനൊരു സത്യം പറയട്ടെ, ഇപ്പോൾ വേണ്ടാന്ന് പറഞ്ഞ സംഗതി നടക്കുമെന്നാണ് എൻ്റെ 6th സെൻസ് പറയുന്നത്. അല്ലുമ്മയുടെ രാത്രി അത്ഭുതപ്പെട്ടു. നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യാം. അമ്മ ഒരു വിത്ത് പാകിയതല്ലേ ഉള്ളൂ. സന്ദീപ് ചിരിച്ചു. മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ പലതുണ്ട് മണ്ണിൽ, മനസ്സിൽ. പല്ലവി പൂരിപ്പിച്ചിട്ട് രാശ്രീ ചിരിച്ചു. ഹൈ, അമ്മയ്ക്ക് സന്തോഷമായല്ലോ. എന്നാലും നിൻ്റെ കോൺഫിഡൻറ്റ് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ആ കുട്ടി വേണ്ടാന്ന് പറഞ്ഞിട്ട് പോലും. അമ്മ വിചാരിക്കുന്ന പോലെ അല്ല അമ്മേ. ഞാൻ ആ കുട്ടിയെ പാസിങ്ങിനിടയിൽ കണ്ടുമുട്ടിയൊന്നല്ല. ആരോ ചൂണ്ടിക്കാണിച്ചു എന്നതുപോലെയാണ് ഇതാ നിൽക്കുന്നു നിൻ്റെ പെണ്ണെന്ന്. അങ്ങനൊരു ഫീലായിരുന്നു. അത് ശരിയാണോ എന്ന് നോക്കണ്ടേ? പിന്നെ അവൾ നോ പറഞ്ഞത് അങ്ങനത്തെ അനേകം നോകൾ പിന്നീട് യെസ്സുകളായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യാം. വേറെ ആരോടും പറയണ്ട, അവർ കളിയാക്കും. ശരി, ഇത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. എൻ്റെ 6th സെൻസും എക്സ്പെക്റ്റേഷനും. ഓക്കെ, നിൻ്റെ വട്ടനിനിപ്പോൾ ഞാനും കൂടി കൂട്ട്. രാശ്രീ ചിരിച്ചു. പ്രിയരെ, നമ്മുടെ നോവൽ ഇവിടെ തുടരുകയാണ് കേട്ടോ. നാളെ ഇതിൻ്റെ കുറച്ചുകൂടി ലെങ്ത്തുള്ള ഒരു പാട്ടുമായിട്ട് നമ്മൾ എത്തും. സാധാരണ 30 മിനിറ്റ് എന്നുള്ളത് നമ്മൾ കുറച്ചുകൂടി ലെങ്ത്ത് കൂട്ടിയിട്ടാണ് ഈ നോവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം രാഷി വയനാട്.